സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ വന്ദനങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ തിരുവചന പഠനത്തിലേക്ക് ഇവരെയും ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. പ്രിയ ലാലു ഓർപ്പിച്ചതുപോലെ വീഡിയോ ഓൺ ചെയ്തിരിക്കാൻ കഴിയുന്നവർ ദയവായി വീഡിയോ ഓൺ ചെയ്തിരുന്നാൽ അത് നന്നായിരിക്കും. നിങ്ങൾ ദൈവവചനത്തോട് കാണിക്കുന്ന ഒരു നല്ല പ്രതികരണമായി അതിനെ നമുക്ക് കാണാൻ കഴിയും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത്രത്തോളം ആളുകൾക്ക് ജോയിൻ ചെയ്യാൻ ദൈവം കൃപ തന്നതോർത്തും ഞാൻ ദൈവത്തിന്റെ മഹത്വം കരയറ്റും. തുടർമാനമായി നമ്മൾ പഠിച്ചു വരുന്ന വിഷയങ്ങൾ നിങ്ങൾ തന്നെത്താൻ നോട്ട്സ് ഒക്കെ തയ്യാറാക്കുകയും ആ നോട്ട്സ് ഒക്കെ ഒന്ന് റിവ്യൂ ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ കണക്കാക്കുന്നു. അത് നിങ്ങളെ നിശ്ചയമായിട്ട് അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അപ്പോൾ ഈ വ്യാഖ്യാന പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുന്നതിന്റെ പിൻപിൽ ഈ പ്രത്യേകിച്ചും പുതിയ നിയമത്തിന്റെ സാഹചര്യങ്ങളെ കുറിച്ചും അങ്ങനെ ഒരു രണ്ട് പുസ്തകം ഇല്ല, പഴയ നിയമം പുതിയ നിയമം എന്ന് പറഞ്ഞ രണ്ടില്ല എന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം. എങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആ പദം ഒന്ന് ഉപയോഗിച്ചത് മാത്രം. അപ്പോൾ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ഒന്നാമത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തോ നമ്മുടെ നാട്ടിലോ നടന്നൊരു കാര്യങ്ങളല്ല, നമ്മുടെ ഭാഷയല്ല, നമ്മുടെ സംസ്കാരമല്ല, നമ്മുടെ ജീവിത രീതിയല്ല. മാത്രമല്ല കുറഞ്ഞത് അത് കൂടുതലുണ്ടെങ്കിലും കുറഞ്ഞത് 2000 വർഷം എങ്കിലും മുൻപ് നടന്ന കാര്യങ്ങളും അന്നത്തെ ജീവിത രീതിയും സാഹചര്യങ്ങളും ഒക്കെ ഇന്നത്തെ രീതിയുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോഴാണ് പലതും നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമായിട്ടൊക്കെ തോന്നുന്നത്. അതങ്ങനെ വരാതിരിക്കാൻ നമ്മൾ അടിസ്ഥാനപരമായിട്ട് അറിയേണ്ട ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുമ്പോൾ കുറെ കൂടെ എളുപ്പമാകും എന്ന് ഞാൻ കണക്കാക്കും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് യഹൂദന്മാർ അവര് 4 കാറ്റഗറി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അവരേതൊക്കെയാണെന്നും അതിന്റെ വിശദീകരണം എന്താണെന്നും ഇന്നത്തെ ക്ലാസ്സിൽ പറയാമെന്നും ഞാൻ ഓർപ്പിച്ചു. വളരെ നിർബന്ധമായും ഏത് പാതിരാത്രിക്കും ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഒരു സംശയം കൂടാതെ പറയത്തക്ക നിലയിൽ ഈ 4 കൂട്ടരെ കുറിച്ച് നമുക്ക് നല്ല അറിവുണ്ടാക്കണം. നല്ല അറിവ് ഏതൊക്കെയാണെന്നുള്ള ഞാൻ പറയാം. ഒന്ന് ഞാൻ ഓർപ്പിച്ചു, ട്രാൻസ് യൂഫ്രട്ടീസ് ജ്യൂസ്. 2 ഹീബ്രു ഓഫ് ഹീബ്രൂസ്. 3 ഡയസ്പൊര ജ്യൂസ്. 4 ഹെലനിക് ജ്യൂസ്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനി ഓരോന്നും ഓരോ വിഭാഗം എങ്ങനെയാണ് ഏതൊക്കെയാണ് എന്നുള്ളത് അറിയണം. നമ്മൾ തിരുവെഴുത്ത് വായിച്ചു പോകുമ്പോൾ 4 പേരെയും തിരിച്ചറിയാൻ പ്രയാസമാണ്. അങ്ങനെ ഒരു കാറ്റഗറി കർത്താവ് ആർക്കും കൊടുക്കുന്നില്ല. അതാണ് ശരിയായ മാതൃക. സ്തോത്രം. നമ്മൾ ഈ കാറ്റഗറി തിരിച്ചേച്ച് പിന്നെ ആത്മീയം കളിക്കുന്നതിനകത്ത് വലിയ അർത്ഥമില്ലല്ലോ. പോട്ടെ, അത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. എന്നാൽ ഈ 4 കൂട്ടരെയും നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ഇവരിൽ ആരുമായിട്ടാണ് കർത്താവ് ഡീല് ചെയ്യുന്നത്, ഏത് ഗ്രൂപ്പിനോടാണ് സംസാരിക്കുന്നത്, എന്തുകൊണ്ടാണ് അവരോട് അങ്ങനെ സംസാരിക്കാൻ കാരണം, അവരെ അങ്ങനെ വിളിക്കാൻ കാരണം, അല്ലെങ്കിൽ അവരത് അങ്ങനെ ചെയ്യാൻ കാരണം എന്താ. കർത്താവ് ഗദരദേശ് ചെന്നപ്പോൾ അവിടെ പന്നികളെ കണ്ടു. യഹൂദന് നിഷിദ്ധമായ പന്നി എങ്ങനെ അവിടെ വന്നേ? അവിടെ ആരാ പന്നിയെ വളർത്തുന്നത്? ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം അറിയണമെന്നുണ്ടെങ്കിൽ കർത്താവ് ഇടപെട്ട അന്നുണ്ടായിരുന്ന 4 ഗ്രൂപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യഹൂദന്മാരുടെ 4 ഗ്രൂപ്പുകളെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ 4 ഗ്രൂപ്പിലും പെട്ട ആളുകളെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിട്ട് വേണം സുവിശേഷങ്ങളിലൂടെ സഞ്ചരിക്കാൻ. അപ്പൊ ഈ യഹൂദന്മാരുടെ 4 വിഭാഗം ഏതെന്ന് അറിയാൻ വയ്യാതെ എല്ലാറ്റിനെയും ഒരേ നിലവാരത്തിൽ കണ്ട് ഇടപെടാൻ പോകുമ്പോൾ കാര്യങ്ങൾ കുഴഞ്ഞു. ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ ഓർപ്പിച്ചു, ഗലീലെ കാനാവിൽ കർത്താവ് കല്യാണത്തിന് ചെന്നു. കർത്താവിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. വീഞ്ഞു തീർന്നുപോയി. മറിയോട് എന്ന് പറഞ്ഞു, അവനെന്തെങ്കിലും കൽപ്പിച്ചാലേ ചെയ്തോളാൻ പറഞ്ഞു. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് 6 കൽപാത്രങ്ങൾ, അതിൽ വെള്ളം കോരി നിറപ്പി എന്ന് പറഞ്ഞു നിറച്ചു. നിറച്ചു കഴിഞ്ഞപ്പോൾ അത് കോരി വിരുന്നുവാഴി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. കൊണ്ട് കൊടുത്തു. ഏറ്റവും മധുരമുള്ള വീഞ്ഞായി തീർന്നു.
നമ്മളത് വ്യാഖ്യാനിക്കുമ്പോൾ ഈ കൽപാത്രങ്ങൾ പുറംപറമ്പിൽ എവിടെയോ കിടന്നത്, കാല് കഴുകാൻ വേണ്ടി മാറ്റിയിട്ടത്, ചെളി പിടിച്ചും കരിയിലേക്ക് പറ്റിയും വികൃതമായ നില കിടന്നതിനെ കർത്താവ് അകത്തു കൊണ്ടുവന്നു മാനിച്ചു എന്നൊക്കെ വ്യാഖ്യാനിച്ചു പോകുമ്പോൾ കേൾക്കുന്നവർ ഒരുപക്ഷെ കൈയടിക്കുകയും തുള്ളുകയും ഒക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ യാഥാർത്ഥ്യമായിട്ട് അതിന് പുലബന്ധം പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരു കാരണവശാലും ഈ കൽപാത്രം വെളിമ്പറമ്പിലല്ല, വീടിന്റെ തൊട്ടു ഫ്രണ്ടിൽ കയറി ചെല്ലുന്ന സ്റ്റെപ്പിൽ നിന്ന് അരയടി മാത്രം അകലത്തിൽ ഏറ്റവും കണ്ണുനീരുപ്പുള്ള വെള്ളമാണ് അത് സൂക്ഷിച്ചിരിക്കുന്നത്. ഒരു പൊടി പോലും പറ്റാതെ അതെല്ലാം ഒലിവില കൊണ്ടൊക്കെ കവർ ചെയ്ത് ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നതാണ്. സ്തോത്രം. പോട്ടെ, ഞാൻ പറഞ്ഞത് നമ്മൾ ചിന്തിച്ചു വച്ചിരിക്കുന്നത് നമ്മൾ കേട്ടിരിക്കുന്നു അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ വീണ്ടും അങ്ങനെ തന്നെ വ്യാഖ്യാനിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞു നിൽക്കരുത് മഹാപാപമൊന്നുമല്ല, പക്ഷെ യാഥാർത്ഥ്യമായിട്ട് ചേരുന്നില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നതുപോലെ ഈ 4 വിഭാഗത്തിൽ ആരുമായിട്ടാണ് കർത്താവ് ഇടപെടുന്നത്, അവരോട് എന്തുകൊണ്ട് അങ്ങനെ സംസാരിച്ചു എന്നറിയണമെങ്കിൽ അവരാരാണ്, അവരുടെ രീതികൾ എന്താണ് എന്നറിയുമ്പോൾ മാത്രമാണ് നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു വ്യക്തത ലഭ്യമാവുക. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ കൂട്ടരെ നോക്കാം. ഒന്നാമത്തെ ഗ്രൂപ്പ് ട്രാൻസ് യൂഫ്രട്ടീസ് ജ്യൂസ് എന്ന് പറയും. ട്രാൻസ് യൂഫ്രട്ടീസ് ജ്യൂസ്. ആ പേരെങ്ങനെ എന്തുകൊണ്ട് വന്നതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞോളാം. ഇപ്പൊ നിങ്ങൾ ഈ 4 കാറ്റഗറിയെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ട്രാൻസ് യൂഫ്രട്ടീസ് ജ്യൂസ്. ഇവരുടെ പ്രത്യേകത, ഇവർ ഒന്ന് മഹാധനികരായ ആളുകൾ, ഭയങ്കര റിച്ച് ആയിട്ടുള്ള വളരെ സമ്പന്നരായ ആളുകൾ. അതാണ് ഈ ട്രാൻസ് യൂഫ്രട്ടീസിന്റെ ഒന്നാമത്തെ പ്രത്യേകത. വളരെ ധനികരാണ്, സമ്പന്നരാണ്. അതുകൊണ്ട് തന്നെ ഇവരാണ് ആ ദേശത്തെ റൂളിംഗ് പാർട്ടി. മനസ്സിലാവുന്നുണ്ടോ? അധികാരം നടത്തുന്നതൊക്കെ ഇവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റൂളിംഗ് ആളുകളെ സ്വാധീനിക്കാനും, നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ അവിടെ അങ്ങനെ ഇല്ല കേട്ടോ, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുക. അപ്പം ഇപ്പൊ ഇവിടെ നമ്മളിത് താമസിക്കുന്നിടത്ത് ഒരു പോലീസുകാരും ഒരു SI സ്ഥലം മാറി വരികയാണെങ്കിൽ ആര് വരണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും, നമ്മൾ ട്രാൻസ് യൂഫ്രട്ടീസ് ജ്യൂസ് ആണെങ്കിൽ. കാരണം അത്രമേൽ റിച്ചാ, നമുക്ക് പറയാൻ പറ്റും നമ്മൾ പറഞ്ഞ അനുസരിക്കുന്ന ആളെ ഇങ്ങനെ വിട്ടാൽ മതി. അവിടുത്തെ പോലീസുകാരുടെ കാര്യമൊന്നും പറഞ്ഞല്ല, നമ്മുടെ നാടുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒന്നാമത് അവർ ധനികരാണ്, 2 ഇവരാണ് അവിടുത്തെ റൂളിംഗ് കാര്യങ്ങളിൽ സ്വാധീനമുള്ളവരും, ആളുകളെ സ്വാധീനിച്ച് അധികാരം കൈയാളുന്നവർ. ഇപ്പോഴെനിക്ക് കറക്റ്റ് മലയാളം കിട്ടിയത്. അധികാരം കൈയാളുന്നവർ. അവരെ നിയന്ത്രിക്കുന്ന അനുസരിച്ച് ഭരണകർത്താക്കൾ പോലും മുന്നോട്ട് നീങ്ങും. അത്ര സമൂഹത്തിൽ സ്വാധീനമുള്ള സമ്പന്നരായ ആളുകളാണ് ഇവര്. ഇവരിങ്ങനെയാണെങ്കിലും ഇവർ വേറൊരു കാര്യം കൂടെ ചെയ്യും. തിരുവെഴുത്ത് വ്യാഖ്യാനിക്കുന്ന ആളുകൾ ആരൊക്കെ ആയിരിക്കണമെന്ന് അവരെ തെരഞ്ഞെടുക്കാനുള്ള യോഗ്യതയും ഇവർക്കാണ്. സിനഗോഗിലും ഒക്കെ ഈ തിരുവെഴുത്ത് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ ആരെ അപ്പോയിന്റ് ചെയ്യണം, അത് അന്ന് മാത്രമല്ല ഇന്നും അങ്ങനാണല്ലോ. കാശുള്ളവരല്ലേ തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ സിനഗോഗിൽ ഏത് പാസ്റ്റർ വരണമെന്ന് തീരുമാനിക്കുന്നു. മനസ്സിലായില്ലല്ലേ? അങ്ങനെ നോക്കുമ്പോൾ ആ ട്രാൻസ് യൂഫ്രട്ടീസ് ജ്യൂസ് നമ്മുടെ ഇടയിലും ഉണ്ട്. സ്തോത്രം. ഓക്കെ, ഞാൻ മുന്നോട്ട് നീങ്ങുന്നു. അപ്പൊ 1, ഇവർ മഹാധനികരാണ്. 2, ഇവർ അധികാരം കൈയാറുന്നവരാണ്. അധികാരസ്ഥന്മാരെ അവരുടെ ഹിതത്തിനനുസരിച്ച് കൺട്രോൾ ചെയ്യാൻ അധികാര കേന്ദ്രങ്ങളിൽ സ്വാധീനമുള്ളവരാണ്. 3, തിരുവെഴുത്ത് വ്യാഖ്യാനിക്കുന്ന ആളുകളെ തെരഞ്ഞെടുക്കുന്നതും ഇവരായിരുന്നു. 4, യെരൂശലേമിലെ പ്രധാനപ്പെട്ട 5 ഉത്സവങ്ങളും ഇവരാണ് നടത്തിയിരുന്നത്. പ്രധാനപ്പെട്ട 5 ഉത്സവങ്ങളും ഇവരാണ് നടത്തിയിരുന്നത്. എത്ര ഉത്സവം ഉണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഏതൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറയിപ്പിക്കുന്നില്ല. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇനിയിപ്പോ പറയാനായിട്ട് പോകുന്നില്ല.
സ്തോത്രം. പ്രധാനപ്പെട്ട 5 ഉത്സവങ്ങളും ഇവരാണ് നടത്തിയിരുന്നത്. 5-ാമത്തെ കാര്യം ഒരു കാരണവശാലും മറക്കരുത്, കർത്താവ് ഏറ്റവും വെറുത്ത കൂട്ടരും ഇവരായിരുന്നു. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഞാൻ ആ 5 പോയിന്റും ഒന്നുകൂടെ പറയാൻ പോവാണ്. പ്രധാനപ്പെട്ട 5 പോയിന്റ് മാത്രം ഞാനിപ്പോ പറഞ്ഞത്, അത്ര ഇപ്പം മനസ്സിലാക്കിയാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് പിന്നാലെ മതി. 1, ഇവർ മഹാധനികരാണ്, വലിയ അതിസമ്പന്നരായ ആളുകൾ. ആര്? ട്രാൻസ് യൂഫ്രട്ടീസ് ജ്യൂസ്. 2, ഇവരാണ് റൂളിംഗ് പാർട്ടീസ്, അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളെ സ്വാധീനിച്ച് ഭരണകർത്താക്കന്മാരെ ഇവരുടെ സ്വാധീന വലയത്തിലാക്കി കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിൽ ഇവർ മിടുക്കരായിരുന്നു. അതാണ് 2-ാമത്തെ കാര്യം. 3, ഇവരാണ് തിരുവെഴുത്ത് വ്യാഖ്യാനിക്കുന്ന ആളുകളെ തെരഞ്ഞെടുത്തിരുന്നത്. അവര് തീരുമാനിക്കും ആര് തിരുവെഴുത്ത് വ്യാഖ്യാനിക്കണം എന്നുള്ളത്. കാരണം വ്യാഖ്യാനിച്ചു പോയി കഴിയുമ്പം വല്ല വണ്ടിക്കൂലി കൊടുക്കണമെങ്കിലും കാശുള്ളവനുണ്ടല്ലേ പറ്റുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് അത് തന്നെ അവരൊരു എന്താ പറയാ, ഒരു സ്വാധീനം ചെലുത്താനുള്ള മാർഗമായി കണ്ടിരുന്നു. 4-ാമത്തത്, യെരുശലേമിലെ പ്രധാനപ്പെട്ട 5 ഉത്സവങ്ങളും ഇവരാണ് നടത്തിയിരുന്നത്. അതിന്റെ സ്പോൺസർഷിപ്പ് എല്ലാം ഇവരാണ്, അതിന്റെ എക്സ്പെൻസ് എല്ലാം വഹിക്കുന്നവരാണ്. 5-ാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, കർത്താവ് ഏറ്റവും വെറുത്ത കൂട്ടരും ഇവരാണ്. അപ്പൊ 1-ാമത്തെ ഗ്രൂപ്പിനെ പിടികിട്ടി, ട്രാൻസ് യൂഫ്രട്ടീസ് ജ്യൂസ്. ഈ 5 കാര്യം ഒരു വിഭാഗത്തെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങൾ ഇനി പുതിയ നിയമം വായിക്കുമ്പോൾ കർത്താവ് ഇടപെട്ടതും സംസാരിച്ചതും ഇതിലേത് കാറ്റഗറി പെട്ടതാണ്, ഇവർക്ക് ഇതിനകത്ത് റോള് വല്ലതും ഉണ്ടായിരുന്നോ, കർത്താവിന്റെ വെറുപ്പ് കാണിച്ചിരുന്നോ, എന്താണ്? നമ്മൾ വായിക്കുമ്പോൾ എല്ലാ യഹൂദൻ എന്ന് മാത്രമേ ഉള്ളൂ. ആ യഹൂദന്മാരിൽ ഏത് വിഭാഗവുമായിട്ടുള്ള ഡീലിംഗ് ആണെന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ 1-ാമത്തെ കൂട്ടരെ നമുക്ക് ബോധ്യമായി, ട്രാൻസ് യൂഫ്രട്ടീസ് ജ്യൂസ്. ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2-ാമത്തെ കൂട്ടർ ഹീബ്രു ഓഫ് ഹീബ്രൂസ്. ഒരാൾ അങ്ങനെ തന്നെ പറയുകയും ചെയ്തു, ഹീബ്രു ഓഫ് ഹീബ്രൂസ്. ആരാ പറഞ്ഞത്? പൗലോസ് ആണ് പറഞ്ഞത്. എന്തെങ്കിലും അഭിമാനിക്കാൻ വകയുണ്ടെങ്കിൽ എനിക്കും ഉണ്ട്. 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ. ഒരു കാര്യം ചേർത്ത് പറഞ്ഞു, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, അതാണ് ഹീബ്രു ഓഫ് ഹീബ്രൂസ്. കണ്ടോ? ഹീബ്രു ഓഫ് ഹീബ്രൂസ്. ശൗൽ പിന്നീട് പൗലോസ് ആയ വ്യക്തി ഈ കാറ്റഗറിയിൽ പെട്ടയാളാണ്. സ്തോത്രം. അപ്പോൾ എന്താണ് അവരുടെ ഒരു പ്രത്യേകത? ഹീബ്രു ഓഫ് ഹീബ്രൂസിന്റെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം, ഇസ്രായേൽ, ഈ യഹൂദന്മാർ, ഇസ്രായേൽ ജനങ്ങളെല്ലാം എത്രയോ രാജ്യങ്ങളിലേക്കൊക്കെ ചിഹ്നിച്ചിതറയൊക്കെ പോയി. അതിനൊക്കെ മുമ്പ് തന്നെ പ്രവാസത്തിൽ പോയ അവരുടെ ചരിത്രം മാത്രം ഓർത്താൽ മതി. ഈ പ്രവാസത്തിനൊക്കെ ഇസ്രായേലിൽ മടങ്ങി വന്നതിന് ശേഷം അവിടം വിട്ടുപോകാതെ സ്ഥിരവാസികളായി പാർത്തിരുന്ന ആളുകളാണ് എബ്രായരിൽ നിന്നുള്ള എബ്രായർ എന്ന പേരിൽ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഹീബ്രു ഓഫ് ഹീബ്രൂസ് എന്ന് പറഞ്ഞാൽ അവര് പ്രവാസത്തിലേക്കൊക്കെ പോയി സ്വന്തം ദേശത്തേക്ക് മടങ്ങി വന്നു. അങ്ങനെ മടങ്ങി വന്നതിന് ശേഷം അവരുടെ സ്വന്തം ദേശം വിട്ട് എങ്ങോട്ടും പോകാതെ അവിടെ തന്നെ പാർത്ത ഒരു ഗ്രൂപ്പാണ് ഹീബ്രു ഓഫ് ഹീബ്രൂസ്. സ്തോത്രം. ആ കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു ശൗൽ എന്ന പൗലോസ്. അപ്പോൾ ബെന്യാമിൻ ഗോത്രക്കാരനായ ശൗൽ എന്ന പൗലോസ്. അപ്പൊ ബെന്യാമിൻ ഗോത്രക്കാരും എന്ത് ചെയ്തില്ല? പ്രവാസത്തിൽ മടങ്ങി വന്നതിന് ശേഷം ഒരു കാരണവശാൽ ദേശം വിട്ടുപോകാതെ അവിടെ തന്നെ പാർത്തവരായിരുന്നത് കൊണ്ടാണ് ഈ ആളുകളെ ഹീബ്രു ഓഫ് ഹീബ്രൂസ് എന്ന് വിളിക്കാൻ കാരണം. ഒന്നുകൂടെ പറഞ്ഞാൽ, പ്രവാസത്തിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായി, തിരികെ സ്വന്തം ജന്മദേശത്ത് വന്നിട്ട് പിന്നെ ഒരിടത്തേക്കും പോകാതെ, മറ്റൊരു ജാതിയുമായി ഇടകലർന്നു പോകാതെ തങ്ങളെ തന്നെ അതിവിശുദ്ധരായി സൂക്ഷിച്ച ഒരു കൂട്ടം. ഇപ്പൊ ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഹീബ്രു ഓഫ് ഹീബ്രൂസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എബ്രായരിൽ നിന്നുള്ള എബ്രായൻ,
പൗലോസ് അത് ഉപയോഗിച്ച് എന്റെ കാര്യം പിടികിട്ടിയോ? എടാ, വല്ല അഭിമാനം പറയാനുണ്ടെങ്കിൽ എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ പൗലോസ് എന്തുകൊണ്ട് അത് ഉപയോഗിച്ചു എന്നുള്ളത് അറിയാൻ ഈ ഒരു രഹസ്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ഇന്ന് രാവിലെ ദൈവം എന്നോട് സംസാരിക്കാൻ തൊക്കണം, ഒരു പ്രത്യേക വെളിപ്പാട് തരുവാൻ തൊക്കണം ഇടയായിത്തീർന്നു. അതേ ദൈവം എന്നോട് പറഞ്ഞത്, അതേ നീ ഒരു സാധാരണക്കാരനല്ല, നീ എബ്രായനാകുന്നു. ആമേൻ, ഗ്ലോറി, വിക്ടറി. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഒരു വെളിപ്പാടുണ്ടായി പറഞ്ഞതല്ല. ക്ലിയർ ആകുന്നുണ്ടോ? സ്തോത്രം. അത് പറഞ്ഞതിന്റെ പിൻപിൽ അവൻ ഏത് കാറ്റഗറിപ്പെട്ടതാണ് ഇത്രയൊക്കെ ഉണ്ടായിട്ടും പറഞ്ഞു. ആ എബ്രായൻ ജനിച്ച എബ്രായനാണ്. മറ്റുള്ളവർ കാശ് കൊടുത്ത് വാങ്ങിച്ചതുപോലെ ഇസ്രായേൽ പൗരത്വം കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ല, ഞാൻ ജനിച്ചത് തന്നെ അങ്ങനെ ആണ്. ഇങ്ങനെ എല്ലാമായിട്ടും പറഞ്ഞു. ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, ഞാൻ ക്രിസ്തുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. അഭിമാനിക്കാൻ ഒന്നല്ല 100 കൂട്ടം വകയുണ്ടായിട്ടും പൗലോസ് പറയാണ്, ഞാൻ അതിനകത്തൊന്നും പ്രശംസിക്കുന്നില്ല. എനിക്കോ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. കണ്ടോ, ക്രൂശ് ഒരു പ്രശംസയ്ക്ക് ഉതകുന്ന സംഗതിയല്ല. നിന്ദയുടെയും അപമാനത്തിനും പ്രതീകമായി നിലകൊള്ളുമ്പോൾ പൗലോസ് അത് ഏറ്റെടുത്തു. ഓക്കെ, അത് വേറെ ടോപ്പിക്കാ. ഞാൻ അത്ര നോങ്ങി വെച്ചത്. ഇനി നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് ദൈവദാസന്മാർ നിങ്ങൾ പ്രസംഗങ്ങളൊക്കെ ഒരുക്കുമ്പോൾ ഈ ഭാഗം ഒന്ന് ചേർത്ത് വെച്ച ചൈലൊന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ ആൾക്ക് അത് വളരെയധികം പ്രയോജനമായി തീരും. അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ടൊന്ന് ചേർത്ത് വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹീബ്രു ഓഫ് ഹീബ്രൂസ് എന്ന് പറഞ്ഞാൽ അവർ ഒന്നാമത്തെ പ്രത്യേകത, ഇസ്രായേൽ വന്നതിന് ശേഷം ആ ദേശം വിട്ടുപോകാതെ അവിടെ തന്നെ സ്ഥിരവാസികളായി തീർന്ന ഒരു കൂട്ടം ആളുകളാണ് ഹീബ്രു ഓഫ് ഹീബ്രൂസ്. പോയിന്റ് നമ്പർ 2, അവർ സ്വയമേവ ചിന്തിച്ച് ധരിച്ചു വെച്ചിരുന്നത് അവർ മറ്റുള്ളവരെക്കാൾ അതിവിശുദ്ധരായ ഒരു വിഭാഗം യഹൂദന്മാരാണ് എന്ന് സ്വയം അവർ ചിന്തിച്ചിരുന്നു. കാരണം മറ്റുള്ളവരൊക്കെ സ്വന്തം നാട്ടിൽ വന്നതിന് ശേഷം പിന്നെയും പോയല്ലോ പള്ളത്തോട്ടും. മനസ്സിലാകുന്നുണ്ടോ? പ്രവാസത്തിൽ നിന്ന് മടങ്ങി സ്വന്തം ദേശത്ത് വന്നിട്ട് പിന്നീടും പല രാജ്യങ്ങളിലേക്കും പലരും കുടിയേറിപ്പോയി. അങ്ങനെ പോകാതെ ഞങ്ങളുടെ തനിമ കളയാതെ കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തികൾ എന്ന നിലയിൽ മറ്റ് യഹൂദന്മാരെക്കാൾ കുറെ കൂടെ അതിവിശുദ്ധരാണ് ഞങ്ങൾ എന്ന് സ്വയം ധരിച്ചിരുന്നവരാണിവർ. മറക്കരുത്. കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നെല്ലാം കണ്ടപ്പോ ഉടനെ പ്രശ്നം ഉണ്ടാക്കിയ കൂട്ടരൊക്കെ ശ്രദ്ധിച്ചോണേ. അവരോട് കർത്താവ് പറഞ്ഞല്ലോ, അകത്തോട്ട് പോകുന്നൊന്നും അല്ല മനുഷ്യരെ അഴുക്കാക്കുന്നു, പുറത്തേക്ക് പോകുന്നതും അല്ലല്ലോ. നിന്റെയൊക്കെ അകത്തിരിക്കുന്ന സാധനം ഓർത്താൽ നീയൊക്കെ ഓൾറെഡി മലിനമാണെന്ന് പറഞ്ഞില്ലേ. ഞാൻ അത്രേ തരുന്നുള്ളൂ, ക്ലൂ തന്നതാ. കാരണം എന്നാലേ നിങ്ങൾ ഈ പുസ്തകത്തിനകത്തൊന്ന് വായിച്ചു പോവുള്ളൂ, വായിച്ചേ പറ്റൂ. ഞാൻ അതുകൊണ്ട് ആ റെഫറൻസ് പറയുകയോ ഒന്നും ചെയ്യാതെ അവിടെ ഇവിടെ തൊട്ട് പോകുന്നത് നിങ്ങൾ ഇനി ഇരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്തോത്രം. അപ്പോഴും നിങ്ങളുടെ അകത്തത് പതിയും. നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ ഇത് കൂടെ ഒക്കെ ചേർത്തൊന്ന് പോയാൽ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, സ്വന്തം ദേശത്ത് വന്നിട്ടും ആ ദേശം വിട്ടുപോകാതെ തനിമ നഷ്ടപ്പെടുത്താതെ അവരുടെ ഐഡന്റിറ്റി സ്റ്റിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു വിഭാഗത്തെയാണ് ഹീബ്രു ഓഫ് ഹീബ്രൂസ് എന്ന് പറയുന്നത്. 2, അവർ മറ്റ് വിഭാഗത്തു നിന്നും കുറെ കൂടെ ഞങ്ങൾ വിശുദ്ധരെന്നും കേമന്മാരെന്നും സ്വയമേവ ചിന്തിച്ച് ധരിച്ചു വെച്ചിരുന്നവരായിരുന്നു. അത് മാത്രമല്ല, ഇന്നും അവരുടെ ചിന്ത അങ്ങനെ തന്നെ. മറ്റുള്ളവരെ അവർ ഇന്നും കാണുമ്പോൾ, അതാണ് കർത്താവിന്റെ കാലത്തും അവർ കണ്ടപ്പോൾ പലതിനും കർത്താവിനെ പോലും ഇവർ കുറ്റം പറഞ്ഞു. കണ്ട് ആ വീട്ടിൽ പോരുന്ന ഒരു ഭക്ഷണം കഴിക്കുന്നു, ഇവനൊക്കെ എന്നെ ടീമോ? ഏതാണ്ട് ഓർമ്മ വരുന്നുണ്ടല്ലേ? അവരോട് ഇന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നു. എന്തോ ടീമാ? ഇവനാണോ വരാനുള്ള മശിക? ഇവനാണോ റബായി? ഇവൻ അധികാരമുള്ളവനാണോ? അധികാരമുള്ളവനാണെങ്കിൽ ഈ ജനത്തെ ഇവൻ തിരിച്ചറിയത്തില്ലേ? എന്നിട്ട് അവരോട് പോയിരുന്നു തിന്നാനും കുടിക്കാനും ഒക്കെ പോയപ്പോൾ ഇവന്റെ സ്റ്റാൻഡേർഡ് എന്താ എന്നൊക്കെ ഓരോരുത്തരൊക്കെ പറഞ്ഞില്ലേ? കാറ്റഗറി കണ്ടുപിടിച്ചു പോയി. ഏതാന്ന്? സ്തോത്രം.
അപ്പൊ രണ്ടാമത്തെ ഗ്രൂപ്പ് ഏതാണെന്ന് പിടികിട്ടി. ഒന്നാമത്തത് ട്രാൻസ് യൂഫ്രട്ടീസ് ജ്യൂസ്, രണ്ട് ഹീബ്രു ഓഫ് ഹീബ്രൂസ്. അവരെ കുറിച്ച് അത്ര നമ്മൾ അറിഞ്ഞാൽ മതി. ദേശം വിട്ടു പോകാത്തവരാണെന്നും അവരാണ് മറ്റുള്ളവരെക്കാൾ എല്ലാ നിലയിലും കേമന്മാരെന്നും വിശുദ്ധന്മാരെന്നും സ്വയം ചിന്തിച്ചവർ. മൂന്നാമത്തെ കൂട്ടരെ കുറിച്ച് നിങ്ങൾ അറിയണം, ഡയസ്പൊര ജ്യൂസ് എന്നറിയപ്പെടുന്നു. ഡയസ്പൊര ജ്യൂസ്, ഡയസ്പൊര ജ്യൂസ്. ഇവരേതാണ് ശ്രദ്ധിക്കണം. ഈ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ നമ്മൾ അറിയുകയും ചെയ്യണം. അതിനാൽ ഞാൻ ഓർപ്പിച്ചല്ലോ, യഹൂദൻ പല രാജ്യങ്ങളിലും കുടിയേറിയെങ്കിലും ഇവരുടെ പൗരത്വം ഉറപ്പാക്കാൻ വർഷത്തിൽ ഒരിക്കൽ ഇവരെവിടെ വരണം? സ്വന്തം ദേശത്ത് വന്നേ പറ്റൂ. യാതൊരു കാരണവശാലും, പ്രത്യേകിച്ചും പെസഹ പെരുന്നാളിന്റെ അവരെല്ലാവരും യെരൂശലേമിൽ വരണം. ഞാനിത് പറഞ്ഞപ്പോ വല്ല ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ? ഇല്ല. സ്തോത്രം. ശ്രദ്ധിച്ചേ, പെസഹ പെരുന്നാളിന് വരണം. ഇനി അതവിടെ നിൽക്കട്ടെ. പെന്തക്കോസ് പെരുന്നാൾ വന്നപ്പം യെരൂശലേമിൽ പല ഭാഷ സംസാരിക്കുന്നവർ ഒരുമിച്ച് അവിടെ കൂടി. പല ദേശത്തു നിന്നും വന്നതാ അല്ലേ? റോമിൽ നിന്ന് ഒരാൾക്കാർ വന്നല്ലോ. അവിടെ പൗരത്വം പുതുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് അവിടെ ഒരു കൂട്ടം ആൾക്കാർ പരിശുദ്ധാത്മാവ് നിറവ് പ്രാപിച്ച് അന്യഭാഷകൾ സംസാരിച്ചു. കേട്ടവരെല്ലാം പറഞ്ഞാണ്ട് ഇവർ നമ്മുടെ ഭാഷകളിലാണല്ലോ സംസാരിക്കുന്നത്. കൂടി വരുന്നതിന്റെ ഒരു തെളിവ് ഞാൻ പറഞ്ഞതാ. ക്ലിയർ ആകുന്നുണ്ടോ? അത് നമുക്ക് അങ്ങോട്ട് പിന്നെ പോകാം. ഞാൻ ഇങ്ങോട്ട് പറയുന്നത്, അപ്പോൾ വർഷത്തിൽ ഒരിക്കൽ ഇവരെല്ലാം ഇവിടെ വന്ന് അവരുടെ പൗരത്വം ഉറപ്പാക്കണം. എങ്ങനെ? ദേവാലയത്തിലെ തൂക്കപ്രകാരം 1/2 ശേക്കൽ വെള്ളി കൊടുത്ത്, വീണ്ടെടുപ്പ് വില കൊടുത്ത് അവരുടെ പൗരത്വം ഉറപ്പാക്കാൻ യെരൂശലേമിൽ വരണം. പ്രത്യേകിച്ചും പെരുന്നാളിൽ എല്ലാറ്റിനും വരണം. പക്ഷെ ഒന്നിന് പെസഹയ്ക്ക് നിർബന്ധമായും വന്നേ പറ്റൂ. അത് അവരുടെ രീതിയാണ്. അപ്പൊ പല ദേശത്തെ ചിതറിപ്പാർത്ത ആളുകളെല്ലാം യെരൂശലേമിൽ വന്ന് അവരുടെ പൗരത്വം ഉറപ്പാക്കുന്നു. ഈ ചിതറിപ്പോയവരിൽ നല്ലൊരു ശതമാനം ആളുകളും എത്യോപ്യയിലായിരുന്നു. മറക്കരുതേ, എവിടായിരുന്നു? എത്യോപ്യയിലായിരുന്നു. ഈ എത്യോപ്യൻ ജ്യൂസിനെയാണ് ഡയസ്പൊര ജ്യൂസ് എന്നറിയപ്പെടുന്നത്. എത്യോപ്യൻ ജ്യൂസ്. കർത്താവിന്റെ ക്രൂശ് താങ്ങിക്കൊടുത്ത ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കുറേനക്കാരനായ ശീമോൻ. അവനവിടെ സ്വന്തം സ്ഥലത്ത് അവന്റെ ദേശത്ത് പോയി അവന് കൃഷിയൊക്കെ സ്വന്തമായിട്ട് ഉണ്ടായിരുന്നവനാണ്. അവിടെ കൊണ്ട് തിരിച്ചു വന്നപ്പോഴാണ് ക്രൂശ് ചുമന്നു പോകുന്ന കാഴ്ച കണ്ടതും അവനെ കൊണ്ട് ക്രൂശ് ചുമപ്പിച്ചതും. അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ അങ്ങനെ മറ്റു ദേശത്ത് കുടിയേറിയവരിൽ നല്ലൊരു ശതമാനം ആളുകൾ എവിടെ ഉണ്ടായിരുന്നു? എത്യോപ്യയിലേക്ക് കുടിയേറി പാർത്തു. ആ എത്യോപ്യൻ ജ്യൂസ് ആണ് ഡയസ്പൊര ജ്യൂസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവരുടെ പ്രത്യേകത, they are the people with cultural issues. കൾച്ചറൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇന്ന് പകല് 2-3 യഹൂദന്മാരുടെ കല്യാണത്തിന്റെ വീഡിയോ കണ്ടു നോക്കി. വേറൊരു കാര്യം ഇങ്ങനെ പഠിച്ചു വന്നപ്പോ ഒന്ന് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് നോക്കിയതാ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, യഹൂദന്മാരുടെ വിവാഹത്തിന്റെ സിസ്റ്റം ഒക്കെ ഇങ്ങനെ ഞാൻ ഒബ്സർവ് ചെയ്യാറ്. അപ്പൊ അതിൽ എനിക്ക് ടച്ച് ചെയ്തൊരു കാര്യം, നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ധാരാളം യഹൂദന്മാർ പാർത്തിരുന്നു. നമ്മുടെ തൃശ്ശൂർ ഉണ്ടായിരുന്നു, മാളയേറിയിൽ ഉണ്ടായിരുന്നു, കൊച്ചിയിലുണ്ടായിരുന്നു, പിന്നെ ഞാൻ സ്ഥലം മറന്നുപോയി. യഹൂദന്മാർ കൂട്ടമായി താമസിച്ച കൊടുങ്ങല്ലൂർ. യു ആർ റൈറ്റ്, കൊടുങ്ങല്ലൂർ.
അവിടെയൊക്കെ ധാരാളം യഹൂദന്മാർ വന്ന് താമസിച്ചിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ വന്ന് സ്ഥിരതാമസമാക്കി പിന്നീട് മടങ്ങിപ്പോയവരൊക്കെ അവരുടെ വിവാഹ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇന്ത്യയിലെ ചില കൾച്ചർ അനുസരിച്ചുള്ള രീതികൾ കൂടെ അവർ പിന്തുടരാറുണ്ട്. ഇന്ന് പകൽ അവരുടെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കത് കുറച്ച് ബോധ്യമായി. അവരിവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ജനിച്ചു വളർന്ന തലമുറ പിന്നീട് ഇസ്രായേലിൽ വന്നതിന് ശേഷവും അവർ ജനിച്ചു വളർന്ന ദേശത്തിന്റെ സ്വാധീനത ഇപ്പോഴും അവരെ പിന്തുടരുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ എത്യോപ്യയിലൊക്കെ കുടിയേറിപ്പോയി അവിടുന്ന് അവരുടെ സിറ്റിസൺഷിപ്പ് ഉറപ്പാക്കാൻ സ്വന്തം ദേശത്ത് വരുന്ന ഡയസ്പൊറ ജ്യൂസ്, ഞാൻ പറഞ്ഞല്ലോ അവര് ഏറ്റവും അധികം ആളുകൾ കുടിയേറിപ്പോയത് എത്യോപ്യയിലേക്കാണ്. ആ എത്യോപ്യൻ ജ്യൂസ് ആണ് നമ്മൾ വിചാരിക്കുന്ന എല്ലാം ചുവന്ന് തുടുത്തിരിക്കുന്ന യഹൂദന്മാർ മാത്രമുള്ള അല്ലല്ല. ബ്ലാക്സ് ഉണ്ട്, ജ്യൂസ്. എത്യോപ്യയിൽ നിന്നൊക്കെ ധാരാളം ബ്ലാക്സ്. ഞാൻ ഒരിക്കൽ ഒരു വീഡിയോ കൊണ്ട് എനിക്ക് ഭയങ്കര കണ്ണൊക്കെ നിറഞ്ഞുപോയി. ബ്ലാക്സ് ആയിട്ടുള്ള ഒരു കൂട്ടം യഹൂദന്മാർ ഇസ്രായേലിൽ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങി ഇസ്രായേലിന്റെ കൊടിയും പിടിച്ച് നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദേശം ദൈവം ഞങ്ങൾക്ക് മടക്കി തന്നു എന്ന് പറഞ്ഞ പാവങ്ങൾ നിൽക്കുന്ന കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞുപോയി. അപ്പൊ ഞാൻ പറഞ്ഞത് അവരാണ് ഡയസ്പൊറ ജ്യൂസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവർക്ക് സാംസ്കാരികമായിട്ട് ഒരുപാട് പ്രശ്നമുണ്ട്. ഞാൻ പറയാമേ, നമുക്കറിയാം കർത്താവിന്റെ കാലത്തെ ആ പാലസ്തീൻ നാട് നിങ്ങളുടെ മനസ്സിലൊന്ന് വരണം, അവരുടെ ഒരു കാര്യം ഒന്ന് ബോധ്യപ്പെടുത്താനായിട്ടാണ്. അപ്പം നമ്മൾ ആ മാപ്പ് ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചാൽ താഴെ യഹൂദ്യ ദേശം, നടുക്ക് ശമരിയ കാണാം, വടക്കേ ഭാഗം ഗലീല, അങ്ങനെയാണല്ലോ. തെക്ക് ഭാഗം താഴെ എന്ന് പറയാം, തെക്ക് ഭാഗം യഹൂദ്യ, ഏതാണ്ട് സെൻട്രൽ പോർഷനാണ് ശമരിയ. ശമരിയുമായിട്ട് യാതൊരു ബന്ധവും അവർക്കില്ല. അതിന് തൊട്ടപ്പുറത്താണ് ഗലീലി, അല്ലെ? ഇവരുടെ ഇടയിൽ ഒരു പ്രത്യേകിച്ച് കർത്താവിന്റെ കാലത്തൊക്കെ പൊതുവെ ഒരു സംസാരമുണ്ടായിരുന്നു. ഇഫ് യു വാണ്ട് ടു ബിക്കം റിച്ച്, go to Galilee. If you want to be wise, go to Judea. അങ്ങനെ ഒരു ശൈലി തന്നെ ഉണ്ടാകുന്ന അവരുടെ ഇടയിൽ. എന്ന് പറഞ്ഞാൽ നിനക്ക് സമ്പന്നനാകണോ ഗലീലയ്ക്ക് പോവുക, അല്ല ഇഫ് യു വാണ്ട് ടു ബി വൈസ്, നീ ജ്ഞാനിയാകണോ, നിനക്ക് ബുദ്ധി വികസിക്കണോ, വല്ലതും പഠിക്കണോ, അറിവ് നേടണമോ, ഗോ ടു ജൂഡിയ. അതെന്താ? യഹൂദ്യ ദേശം മുഴുവനും സ്കൂളുകളും അന്നേക്കാലത്ത് യൂണിവേഴ്സിറ്റികളും ഒക്കെ കൊണ്ട് നിറഞ്ഞ ദേശമായി മാറി. ഇതൊന്നും മറക്കരുത്, ഞാൻ വെറുതെ പറയല്ല. യഹൂദ്യ മുഴുവനും സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും ഒക്കെ കൊണ്ട് നിറഞ്ഞു. ഭയങ്കര ജ്ഞാനമുള്ളവരായി. നിങ്ങൾക്ക് ഏതെങ്കിലും വാക്യമായിട്ട് വല്ല കണക്ഷനും കിട്ടുന്നുണ്ടോ? ഇല്ല. ഞാൻ തന്നെ പറയാം. കൊരിന്ത്യയിലേക്ക് ഒരു വാക്യമുണ്ട്, യഹൂദന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും. ബാക്കി ഞാൻ പറയുന്നില്ല, ചുമ്മാ പറഞ്ഞതല്ല ഇതൊക്കെ. ഞാനതാ പറഞ്ഞ ലേഖനത്തിലേക്ക് പോകുന്നതിനൊക്കെ മുമ്പ് ബേസിക്കലി ഇങ്ങനെ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടേ കാര്യമുള്ളൂ. അതെന്തുകൊണ്ടാണ് ഒരു വാക്കും നമ്മൾ വെറുതെ പറയരുത്. ഇപ്പം നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, വേദോസിൽ 365 പ്രാവശ്യം ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട എന്ന് കാണും. അതിനെന്താ? ഉൽപ്പത്തി 15:1 പലപ്പോഴും നമ്മൾ എടുക്കാറുള്ളത്. യഹോവേ അബ്രഹാമിനോട്, അബ്രഹാമേ ഭയപ്പെടേണ്ട. അടുത്ത നമ്മുടെ വാചകം വിശുദ്ധ തിരുവെഴുത്തിൽ 365 പ്രാവശ്യം കാണുന്നു, ഭയപ്പെടേണ്ട. അതിനർത്ഥം 365 ദിവസവും ദൈവം നമ്മോട് പറയുന്നു ഭയപ്പെടേണ്ട. അതിനകത്ത് തെറ്റൊന്നുമില്ല കേട്ടോ. പക്ഷെ അബ്രഹാമിനോട് ദൈവം അങ്ങനൊന്നും പറഞ്ഞതല്ല, അത് നമ്മളെ പറയത്തുള്ളൂ. നമ്മളിപ്പം ഡ്രസ്സ് കഴിച്ച വഴിയപ്പം അങ്ങോട്ട് ചുമ്മാ ഇവിടെ നമ്മൾ നേരി പറയല്ലോ, അങ്ങനല്ലേ? അത്രേ ഉള്ളൂ. വേറൊരു കാര്യമുണ്ട്, ഇന്നത്തെ കാലത്ത് പറയാൻ നോക്കുകയല്ല, രണ്ടും ഉണ്ട്. സോദരൻ കിഴക്കോട്ട് പോവാണെങ്കിൽ പടിഞ്ഞാറോട്ട് പോവാന്ന് പറയാൻ നല്ലത്. കാലം അതാ, അതൊരു കാരണം. പക്ഷെ ഞാൻ പറഞ്ഞ നമ്മൾ സംസാരിക്കുന്ന പോലെ വേഗമായിട്ട്
അർത്ഥശൂന്യമായ നിലയിൽ സംസാരിക്കുന്ന ആളല്ല ദൈവം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ ഭയപ്പെടണ്ട. അത് പറയാൻ കാര്യം അബ്രഹാം ശരിക്കും ഭയപ്പെട്ട് നിൽക്കുക അവിടെ. അത് നമ്മൾ അറിയുന്നില്ല. ചുമ്മാതെ മുൻനിർത്തി പ്രാവശ്യം ഭയപ്പെടണ്ടെന്ന് പറഞ്ഞിരിക്കുക. പ്രിയമുള്ളവര്, കരങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ, കരങ്ങൾ അടിച്ചൊരു മഹത്വം കൊടുത്താട്ടെ എന്നൊക്കെ പറഞ്ഞ് ജനത്തെ ഇട്ടുകൊണ്ട് വലിക്കുകയും ചെയ്യരുത്. ഭയപ്പെടേണ്ടെന്ന് ദൈവം പറയുന്നെങ്കിൽ കാരണം ഉണ്ടായിട്ടാ. നമ്മള് ആരെങ്കിലും ആവശ്യത്തിനോട് പ്രാർത്ഥിക്കാം, അയ്യോ നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കാം. പറഞ്ഞ ആള് എന്താ പറഞ്ഞത് പോലും അറിയത്തില്ല. നമ്മൾ പറഞ്ഞു പിന്നെ ഞാൻ ഏറ്റെന്നൊക്കെയാ പറയുന്നത്. എവിടെ ഏറ്റ്? നമ്മൾ മനുഷ്യനല്ലേ, സംഭവിക്കാം. പക്ഷെ അങ്ങനെ സംസാരിക്കുന്നവനല്ല ദൈവം. അബ്രഹാമിനോട് ഭയപ്പെടേണ്ടെന്ന് പറയാൻ കാരണം അബ്രഹാം ശരിക്കും ഭയങ്കരനായി നിൽക്കുന്നത് കൊണ്ടാണ്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ യഹൂദന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു പറയാൻ കാരണം അപ്പൊ അവരെ കുറിച്ചുള്ള ഒരു ധാരണ, അറിവ് നമുക്കുണ്ടാകണം. അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നോക്കൂ, ഇഫ് യു വാണ്ട് ടു ബി വൈസ്, നീ ജ്ഞാനമുള്ളവനാകണമെങ്കിൽ, വിവരമുള്ളവനാകണം എന്നുണ്ടെങ്കിൽ യഹൂദയ്ക്ക് വരുന്നതാണ് നല്ലത്. ജൂഡിയയിലേക്ക് വരണം. അല്ല 10 പുത്തൻ ഉണ്ടാക്കണം, കാശ് ഉണ്ടാക്കണോ, ഗോ ടു ഗാലിലി. അതെന്താ? യഹൂദ സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും ഉണ്ട്. എന്നാ 10 പൈസ ഉണ്ടാക്കണമെങ്കിൽ എങ്ങോട്ട് പോകണം? ഇഫ് യു വാണ്ട് ടു ബിക്കം റിച്ച്, സമ്പന്നനാകണോ, ഗോ ടു ഗാലിലി. അതെന്താ? ഗലീലിലും ഒരൊറ്റ സ്കൂള് പോലും കാണാനില്ല. ഒരൊറ്റ കുഞ്ഞുങ്ങൾ പള്ളിക്കൂടത്തിൽ പോണവരില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഗലീലക്കാരനെ ഒരാളെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. എന്നിട്ട് പുള്ളിയെ കുറിച്ച് ഒന്ന് പഠിച്ചു നോക്കണം. പേര് പത്രോസ് എന്ന്. ചൊവ്വ നേരെ തുണി ഉടുക്കാൻ പോലും അറിയാത്തൊരുത്തൻ. കർത്താവ് കടൽക്കര നിൽക്കുമ്പം കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. രാത്രി മുഴുവനും വല വീശി ഒന്നും കിട്ടിയില്ല. എന്നാ കയറി വരാൻ പറഞ്ഞു. കയറി വന്നു. അടുത്ത് എന്നപ്പോ കർത്താവാണെന്ന് അറിഞ്ഞു. ഉടനെ ശീമോൻ പത്രോസ് തോർത്ത് അരക്കി ചുറ്റി. അപ്പൊ അതിനു മുമ്പോ ഇടഞ്ഞ് തോർത്ത് അരക്കി ചുറ്റാൻ മര്യാദയ്ക്ക് അവിടെ നിൽക്കണ്ടേ? ഇല്ല, അവൻ അന്നെടുത്ത് വെള്ളത്തിൽ ചാടി. അതാണ് പത്രോസ്. എടുത്തിയാട്ടത്തിന് വല്ല മയമുണ്ടോ? പറ. വിദ്യാസമ്പന്നനാണോ? അല്ല. അപ്പോൾ ഗലീലിലെ പ്രശ്നം സ്കൂളുകളില്ല, കോളേജില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ യാതൊന്നും ഇല്ല എന്ന് മാത്രമല്ല, ഒരൊറ്റ കുഞ്ഞുങ്ങളും തങ്ങളുടെ മക്കളെ തലമുറയെ സ്കൂളിൽ വിടുകയോ ആ രീതിയിൽ അഭ്യസിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. കുട്ടികളെല്ലാം കൃഷി, ആ ദേശം സമ്പൽ സമൃദ്ധമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ കൃഷി എങ്ങനെ ചെയ്യാം, പറമ്പിൽ അധ്വാനിക്കാൻ എന്താണ് മാർഗം, എങ്ങനെ പറമ്പിൽ നിന്ന് 10 കാശ് ഉണ്ടാക്കാം. സ്കൂളിൽ പോയ കാശ് കിട്ടുമോ? ഇല്ലല്ലോ. ഇല്ല. കൃഷി ചെയ്താൽ കാശ് ഉണ്ടാക്കാം. സ്കൂളിൽ പോയാൽ ആരാ കാശ് തരുന്നേ? അന്നത്തെ ചിന്ത അതായിരുന്നു. അപ്പൊ യഹൂദൻ ഗലീൽ എന്നുള്ള വ്യത്യാസം നിങ്ങൾ ആലോചിച്ച് നോക്കി. അതുകൊണ്ടാണല്ലോ ശലോമോൻ ഇത് ഹീരാമിന് കൊടുത്തപ്പോ ഹീരാം പറഞ്ഞു എനിക്കൊന്നും വേണ്ടെന്നും. അതിന്റെ കാരണം ആർക്കും ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത സ്ഥലമാണ് ഗലീല. ജൂഡിയ മുഴുവൻ സ്കൂളുകളും കാര്യങ്ങളും ഉണ്ട്. ഗലീല അങ്ങനെ യാതൊരു സംവിധാനവും ഇല്ല. നിങ്ങൾക്കറിയാമോ, കർത്താവ് തന്റെ ലൈഫിന്റെ 85% സമയം ചെലവഴിച്ചതും ശുശ്രൂഷിച്ചതും ഒക്കെ ഗലീലിലാണ്. ജനിച്ചത് ബേത്ലഹേം, വളർന്നത് നസ്രേത്ത്, ശുശ്രൂഷിച്ചത് ഗലീല. ആർക്കും വേണ്ടാത്ത ഗലീലയിൽ, ഒരു വിദ്യയും അഭ്യസില്ലാത്ത ജനത്തിന്റെ ഇടയിൽ. ഞാൻ ഓർക്ക സ്വർഗാരോഹണം ചെയ്ത് പോകുന്നതിന് മുമ്പ് യഹൂദ പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് എന്നല്ല പറഞ്ഞത്. ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്താ? വല്ലതും മനസ്സിലായോ? ലോകം കണ്ട ടോപ്പ് സയന്റിസ്റ്റുകളെല്ലാം യഹൂദന്മാരാണ്. അവരെല്ലാം
ഈ യഹൂദ്യ ദേശത്തു നിന്നുള്ളവരുമാണെന്നുള്ള യാതൊരു സംശയവുമില്ല. നമ്മൾ ഈ വട്ടത്തിരിക്കുന്നല്ലോ. ഈ ലൈറ്റൊക്കെ ആരാ കണ്ടുപിടിച്ചേ? തോമസ് ആൽവ എഡിസൺ. ആരാ കക്ഷി? അന്വേഷിച്ച് നോക്ക്. ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടുത്തങ്ങൾ നടത്തിയവരെല്ലാം 85% കണ്ടുപിടുത്തത്തിന്റെയും പിന്നിൽ പ്രവർത്തിച്ചത് യഹൂദനായിട്ടുള്ള ആളുകളാണ്. അത്ര ടോപ്പ് ജീനിയസ് ഉള്ള ആളുകൾ. ദൈവം കൊടുത്ത ജ്ഞാനമാണ് കേട്ടോ. അതിനകത്ത് ആരും അസൂയപ്പെട്ട കാര്യമൊന്നുമില്ല. സ്വന്തം ജനമല്ലേ, തമ്പുരാൻ കൈവിടുവോ? പക്ഷെ ഞാൻ പറഞ്ഞത്, അവരിങ്ങനെ അറിവ് സമ്പാദിക്കുക, ജ്ഞാനം ജ്ഞാനം ജ്ഞാനം. അവിടെ കാരണം സ്കൂളും യൂണിവേഴ്സിറ്റിയും റിസർച്ച് സെന്ററുകളും മാത്രമേ യഹൂദിയിലുള്ളൂ. ഗലീൽ ഒരൊറ്റ നേഴ്സറി സ്കൂൾ, അംഗനവാടി പോലും ഗലീലയിലില്ല. ഉപ്പുമാവോ മേസോ കിട്ടുമെന്ന് ഓർത്ത് 2 അംഗനവാടിയിൽ തുടങ്ങണ്ട, അതുപോലും അവിടെ ഇല്ലായിരുന്നു. അപ്പൊ അവിടെയുള്ള ആൾക്കാരുടെ വിദ്യാഭ്യാസ നിലവാരം, സംസാര ശൈലി, രീതികളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി പോട്ടെ, അവരെ സംബന്ധിച്ചോളം സ്പോക്കൺ ഗ്രീക്ക് കുറച്ചുണ്ട്. സ്വന്തം മാതൃഭാഷയായ ഹീബ്രു ചുവന്നര പറയാൻ അറിയത്തുമില്ല. ഗ്രീക്ക് ചൊവ്വനറിയാവോ? അതില്ല. എന്നാ സ്വന്തം മാതൃഭാഷയായ എബ്രായ ഭാഷ ചൊവ്വന്. അപ്പൊ അവരുടെ ഭാഷയ്ക്ക് ഒരു പ്രത്യേകത പറയുന്ന കേൾക്കുമ്പോ അറിയാം. ഹിന്ദിക്കാർ മലയാളം പറഞ്ഞ നമുക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പൊ അതുകൊണ്ടാണ് ഒരു പെങ്കൊച്ചു പറഞ്ഞു, നീയും ഗലീലക്കാരനല്ലേ, നിന്റെ ഉച്ചാരണം കേട്ടാ അറിയാമല്ലോ. കണ്ടോ പത്രോസിനെ കുറിച്ച് പറഞ്ഞതാ. നീയും ആ കൂട്ടത്തിലുള്ള നിന്റെ സംസാരം കേട്ടാ അറിയാമല്ലോ. അങ്ങനെ പിടി കിട്ടിയോ? ഞങ്ങളുടെ ഒരു ഒറീസക്കാരനായ ഒരു ദൈവദാസൻ ദീർഘവർഷങ്ങൾ ഞങ്ങളുടെ ഈ വീട്ടിൽ താമസിച്ചിരുന്നു. ഏറെക്കുറെയൊക്കെ അദ്ദേഹം മലയാളം പഠിച്ചു കേട്ടോ. മലയാളം പഠിച്ച എത്ര മലയാളം പഠിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉച്ചാരണം അവരുടെ ഉച്ചാരണം തമ്മിൽ ഒക്കുകയല്ലോ. അപ്പൊ എന്തു പറ്റി എന്ന് അദ്ദേഹം ചോദിക്കുന്നു, എന്തു പട്ടി എന്നാണ്. പുള്ളിക്ക് വരികയല്ല, അത് നമുക്കേ വരൂ. കാരണം നമ്മുടെ നാക്ക് മേളിൽ, അണ്ണാക്കിന്റെ മേളിൽ അവിടെ ടച്ച് ചെയ്യും. ഇവരെത്ര ചെയ്താലും വരുന്നില്ല. അപ്പൊ എന്തു പറ്റി ടി എന്ന് പറയണമെങ്കിൽ നമ്മുടെ നാക്ക് അണ്ണാക്ക് ടച്ച് ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ടല്ല ടാ എന്ന ശബ്ദം ഉച്ചരിക്കാൻ പറ്റുന്നത്. ഇവർക്കത് പറ്റത്തില്ല. അപ്പൊ എന്തു പറ്റി എന്നുള്ളതിന് അവൻ ചോദിക്കുന്നത് എന്തു പട്ടി എന്നാണ്. പുള്ളി കറക്റ്റ് മലയാളമാണ് പറയുന്നത്, പക്ഷെ നമുക്ക് അർത്ഥം മാറിപ്പോയില്ലേ. പുള്ളി കറക്റ്റായിട്ടാ പഠിച്ചത്, പക്ഷെ ഉച്ചാരണം ശരിയാകുന്നില്ല. പറഞ്ഞത് നല്ല അർത്ഥത്തിലാണെങ്കിലും കേട്ട നമുക്ക് വിളി മാറിപ്പോയി എന്ന് പറഞ്ഞ പോലെ ഇവരുടെ സംസാരവും ശൈലി. അതാണ് ആ പെങ്കൊച്ചും പറഞ്ഞത്, നീയും ആ കൂട്ടത്തിലുള്ളതാണ്, നിന്റെ ഉച്ചാരണം കേട്ടാൽ അറിയാമല്ലോ. സ്തോത്രം. മനസ്സിലായി? ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മുന്നോട്ട് നീങ്ങുന്നു. അപ്പോ ഇവിടുത്തെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ഇവര് ഗലീലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, സ്കൂളുകളില്ല. അവിടെയുള്ള പിള്ളേരെല്ലാം എങ്ങോട്ടാ പോണേ? കൃഷി. അപ്പൊ ഡയസ്പെര ജ്യൂസിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വല്ല വിദ്യാഭ്യാസമോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ കർത്താവ് അവരെയാണ് ഫോക്കസ് ചെയ്തത്. അടുത്തൊരു കൂട്ടം കൊണ്ട് പറയുമ്പോൾ സമയം തീരും. 4ാമത്തെ കൂട്ടർ ഹെലനിക് ജ്യൂസ്. ഹെലനിക് ജ്യൂസ് യഹൂദന്മാർ ഏറ്റവും അധികം വെറുത്ത ഒരു കൂട്ടരാണ് ഹെലനിക് ജ്യൂസ്. അതെന്താ ഇവരെ ഇത്രത്തോളം വെറുക്കാൻ കാരണം? പറയാം. ഇവരും വാസ്തവത്തിൽ തദ്ദേശീയരാന്ന് പറഞ്ഞതിനകത്ത് തെറ്റില്ല. ഇവരെ വെറുക്കാൻ ഒരു കാരണം ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ, യഹൂദന്മാർ പല ദേശത്തേക്കും ചിതറപ്പെട്ടു, പലയിടത്തും പ്രവാസികളായിട്ടൊക്കെ പാർക്കേണ്ടതായിട്ട് വന്നു. യഹൂദന്മാർ ദേശത്തില്ലാതിരുന്ന ആ സമയത്ത് അവിടെ സംഭവിച്ച മറ്റൊരു കാര്യമുണ്ട്. യഹൂദന്മാരുടെ ദേശത്തെല്ലാം ചിതറിപ്പോയില്ലേ? ആ സമയം കൊണ്ട് ദേശത്ത് മുഴുവൻ ഗ്രീക്കുകാർ ഗ്രീക്ക് ക്ഷേത്രങ്ങളെ കൊണ്ട് നിറച്ചു. ആ ദേശത്തിന്റെ അവകാശികളായ ആൾക്കാർ വല്ലതും ആ ദേശത്തുണ്ടോ? ഇല്ല. ജീവനും കൊണ്ട് പല ദേശത്തേക്കിനും പലായനം ചെയ്തു, പ്രവാസികളായിട്ടൊക്കെ പോയി കുടിയേറിയൊക്കെ പാർത്തു.
ആ സമയത്ത് ഗ്രീക്കുകാർ എന്ത് ചെയ്തു? ഈ ദേശം മുഴുവനും ഗ്രീക്ക് ക്ഷേത്രങ്ങളെ കൊണ്ട് നിറച്ചു. കർത്താവിന്റെ കാലം വന്നപ്പോൾ ഈ ഫിലിപ്പിന്റെ കൈസരയിൽ വെച്ച് കർത്താവ് ചോദിച്ചു, ജനങ്ങൾ എന്നെ കുറിച്ച് എന്താ പറയുന്നത്? പല അഭിപ്രായങ്ങൾ പറഞ്ഞു. പത്രോസ് ഒറിജിനൽ മറുപടിയും പറഞ്ഞു. അപ്പോൾ കർത്താവിന് മറുപടി കൊടുത്തു, ബർയോനാശ്യമോനെ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥന്റെ പിതാവ് അത്ര നിനക്കത് വെളിപ്പെടുത്തി തന്നത്. നീ പത്രോസാകും. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പദം വിട്ടുകളയരുത്. പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല. ഏതാണ് ഈ പാതാള ഗോപുരങ്ങൾ? ഈ ഒരു വാക്യെടുത്താൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് നിന്ന് കത്തിക്കാൻ ഈ ഒരൊറ്റ പാതാള ഗോപുരം മതി. പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല എന്ന് പറഞ്ഞാൽ, പ്രിയരെ, നിന്റെ ജീവിതത്തിന്റെ മുന്നേറ്റത്തിന് തടസ്സമായി നിൽക്കുന്ന പാതാള ഗോപുരങ്ങൾ. പിന്നെ നമ്മൾ 2-3 ദിവസം കൊണ്ട് ആ വീട്ടുകാരെ മുഴുവൻ പാതാള ഗോപുരത്തിന്റെ ചുറ്റുവിട്ട് വട്ടം കറക്കും. ഏതാണ് ഈ പാതാള ഗോപുരം? കർത്താവ് ചോദിച്ചത് എവിടെ വെച്ചാണ്? ഫിലിപ്പിന്റെ കൈസരിയ വെച്ച. അതെന്താ അങ്ങനെ പറയാൻ കാരണം? കൈസരിയ 2 ഉണ്ട്, അതുകൊണ്ടാ. പാതാള ഗോപുരം അല്ല കേട്ടോ. ഞാൻ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ പല പ്രാവശ്യം ഓങ്ങിയത്. അത് പറഞ്ഞ ഉടനെ അല്ലേ പുള്ളിക്ക് പോരാട്ടമായെന്ന് പറയരുത്. നോക്കണേ, ഞാൻ മടങ്ങി വരാം. അപ്പോൾ ഗ്രീക്ക് ക്ഷേത്രങ്ങളെ കൊണ്ട് ദേശത്ത് നിറച്ചിരുന്നു എന്നുള്ള കാര്യം മറന്നുപോകാതിരിക്കാനായിട്ടാണ് ഞാൻ പുതിയ തുറന്ന് ചൂണ്ടിക്കാണിച്ചത്. പാൻ ദേവന്റെ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളുടെ മുമ്പിൽ നിന്നാണ് കർത്താവ് ചോദിക്കുന്നത്. പാൻ, അത്ര ഞാൻ പറയുന്നുള്ളൂ. അതൊക്കെ പിന്നീട് ചിന്തിക്കാം. ചുമ്മാ ചോദിച്ചതല്ല. ഏതാണ് ഈ പാതാള ഗോപുരം? ആ സംഭവം അവിടെ ഉണ്ട്. അതിന്റെ പേര് പാതാള ഗോപുരം തന്നെ അവിടെ ഉണ്ട്. അത് കണ്ടോണ്ടാ ചോദിച്ചല്ല, ചുമ്മാതെ പോരാട്ടം അതൊന്നും കർത്താവ് പറഞ്ഞല്ല. സ്തോത്രം. എന്നോട് മറ്റെന്തോ ആരോ ഷെയർ ചെയ്ത പോലെ തോന്നുന്നല്ലേ? നോ പ്രോബ്ലം, ഞാൻ മുന്നോട്ട് എടുത്തു. അപ്പോൾ ഇവർ യഹൂദന്മാർ അല്ലെങ്കിൽ തദ്ദേശീയ ആളുകൾ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഗ്രീക്കുകാർ ഈ ദേശം മുഴുവൻ ഗ്രീക്ക് ക്ഷേത്രങ്ങളെ കൊണ്ട് നിറച്ചു. അപ്പൊ എന്താ അറിയാമോ? ഈ പറയപ്പെടുന്ന ഹെലനിക് ജ്യൂസ് എന്നറിയപ്പെടുന്ന അവരിവിടെ ഉണ്ട്. എല്ലാ ദിവസം രാവിലെയും വൈകുന്നേരവും ഗ്രീക്ക് ക്ഷേത്രങ്ങളിലെ ആരാധനയും പാട്ടും അവിടുത്തെ പ്രാർത്ഥനയും മണിയടിയൊക്കെ കണ്ടും കേട്ടും രാവിലെ ഉണരുന്നതും വൈകിട്ട് ഉറങ്ങുന്നതും ഒക്കെ ഈ ഗ്രീക്ക് ക്ഷേത്രങ്ങളിലെ സംഗീതവും ആരാധനയും അവിടുത്തെ റിച്വൽസും ഒക്കെ കണ്ടും കേട്ടുമാണ് അവിടെ ഉണ്ടായിരുന്ന ഈ ആളുകൾ ഉറങ്ങുകയും ഉണരുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രീക്ക് ക്ഷേത്രങ്ങളിലെ ആരാധന കേൾക്കുന്നവരും പ്രാർത്ഥന കേൾക്കുന്നവരും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഈ 3 കൂട്ടരേക്കാൾ വളരെ അശുദ്ധരായിട്ടാണ് ഈ ഹെലനിക് ജ്യൂസിനെ കണ്ടിരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇവരാണ് അവിടെ പന്നിയെ വളർത്തിയത്. സ്തോത്രം. അല്ല, ഡയസ്പെര ജ്യൂസോ ഹീബ്രു ഓഫ് ഹീബ്രൂസ് ഒന്നും പന്നിയെ വളർത്തത്തില്ല, വളർത്തുകയുമില്ല. അത് മാത്രം ഇവരിങ്ങനെ ആയതുകൊണ്ടെന്നറിയാമോ? ഇവർ ഈ ഗ്രീക്ക് ക്ഷേത്രങ്ങളെ ആരാധനയും അവിടുത്തെ പാട്ടും സംഗീതവും ഒക്കെ കേട്ടുറങ്ങുകയും ഉണരുകയും ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ ദേവാലയത്തിലേക്ക് ഇവരുടെ പക്കൽ നിന്നും യാതൊരു വിധത്തിലുള്ള സംഭാവനകളോ സാമ്പത്തികമായ നന്മകളോ വഴിപാടുകളോ ഒന്നും സ്വീകരിച്ചിരുന്നില്ല. ഈ യഹൂദന്മാരുടെ കയ്യിൽ നിന്നും ദേവാലയത്തിലേക്ക് ചെറുതോ വലുതോ ആയിട്ടുള്ള യാതൊരു വഴിപാടും സ്വീകരിച്ചിരുന്നില്ല.
ഇവിടെ ഒരു ആത്മീയ കാര്യത്തിൽ ഇവർ സഹകരിച്ചിരുന്നുമില്ല. കാരണം ഇവരാണ് ജൂയിഷ് ദളിറ്റ്സ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഹെലനിക് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ജൂയിഷ് ദളിറ്റ്സ് എന്ന രീതിയിലാണ് ഇവരെ മറ്റു 3 കൂട്ടരും കണക്കാക്കിയിരുന്നത്. അതുകൊണ്ടായിരിക്കണം കർത്താവ് ഏറ്റവും അധികം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും സമയം ചെലവഴിക്കുകയും ചെയ്തിരുന്നത് ഇവരുടെയൊക്കെ കൂട്ടത്തിൽ. ക്ലിയർ ആയോ? ഹെലനിക് ജ്യൂസ് എന്ന് പറഞ്ഞാൽ മറ്റു 3 കൂട്ടരും ഒരുപോലെ വെറുപ്പോടെ കണ്ടിരുന്നു. അതിന്റെ കാരണം ജ്യൂഷ് ദളിറ്റ്സ് എന്ന വിഭാഗത്തിലാണ് ഇവരെ ആ കാലത്ത് അറിയപ്പെട്ടിരുന്നത്, ഹെലനിക് ജ്യൂസ്. കാരണം ഇവർ പന്നിയെ വളർത്തുന്നു, പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് എല്ലാ നിലയിലും അറക്കപ്പെട്ടവരും വെറുക്കപ്പെട്ടവരും സമൂഹത്തിൽ നിന്ന് പുറത്താക്കി കളയുന്ന, അവരുടെ കയ്യിൽ നിന്ന് വഴിപാട് സ്വീകരിക്കുകയോ യാഗത്തുള്ള വസ്തുക്കൾ സ്വീകരിക്കുകയോ സാമ്പത്തികമായ നന്മ സ്വീകരിക്കുകയോ ഒന്നും ചെയ്യാതെ എല്ലാ നിലയിലും വെറുക്കപ്പെട്ട ഒരു വിഭാഗമായി കണ്ട ഒരു വിഭാഗമാണ് ഏത്? ഹെലനിക് ജ്യൂസ്. അതുകൊണ്ട് തന്നെ കർത്താവ് ഏറ്റവും അധികം സ്നേഹിക്കുകയും ഒരുപാട് സമയം ചെലവഴിക്കുകയും ഒരുപാട് ഇടപഴകുകയും ചെയ്തത് ഇവരുമായിട്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ഈ കാണാതെ പോയതിനെ തേടിയാ വന്നത്. ഇവൻ പാപികളുടെ കൂടെ ചുങ്കക്കാരുടെ കൂടെ ഇരുന്ന് കഞ്ഞിയും വെള്ളം കുടിക്കുന്നൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ 4 കാറ്റഗറിയെ കുറിച്ചും മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമേ തിരുവെഴുത്ത്, പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളിലൂടെ പോകുമ്പോൾ അത് ഗ്രഹിച്ചിട്ട് തന്നോട് കൂടെ ചേർന്ന് നടന്ന അപ്പോസ്തലന്മാർ അവർ ലേഖനം എഴുതിയപ്പോൾ അവർ ഉപയോഗിച്ച ശൈലി, പദപ്രയോഗങ്ങളുടെ പിൻപിലെ രഹസ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ. ഇപ്പോൾ ക്ലിയർ ആകുന്നുണ്ടോ? ഈ വിധ വിവരങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമേ, അതാ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, നമ്മളൊരു വ്യാഖ്യാനിക്കുമ്പോൾ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ടൂൾസ് കയ്യിൽ വേണം എന്ന് ഞാൻ പറയാൻ കാരണം, എല്ലാത്തിനും ഒരേ സ്പാനർ ഇട്ട് പിടിക്കരുത്. സ്പാനറോ പിന്നെ സ്പാനർ കയ്യിലുണ്ടെന്നും പറഞ്ഞ് എല്ലാ നട്ടിനും എല്ലാ ബോൾട്ടിനും ഒരു സ്പാനർ പോരാ, ഓരോന്നിനും ഓരോ സ്പാനറാ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഓരോ ഭാഗം എടുത്ത് വ്യാഖ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ 4 കൂട്ടരെ കുറിച്ച് നല്ലൊരു അറിവ് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ട്രാൻസ് യൂഫ്രട്ടീസ് ജ്യൂസ്, ഹീബ്രു ഓഫ് ഹീബ്രൂസ്, ഡയസ്പെര ജ്യൂസ്, ഹെലനിക് ജ്യൂസ്, ഈ 4 കൂട്ടരുമാണ് കർത്താവിന്റെ കാലത്തല്ല അന്നും ഇന്നുമുള്ള യഹൂദന്മാരുടെ 4 കാറ്റഗറി. ഇവരിൽ ആരുമായിട്ടാണ് ഇടപെടുന്നത്? അപ്പോസ്തലന്മാർ ഇവർ ആരുമായിട്ടാണ് ഡീൽ ചെയ്തത്? ലേഖനങ്ങൾ ആരെയൊക്കെ ഉദ്ദേശിച്ചു? അതൊക്കെ പിന്നെ പുറത്തേക്കുള്ളതായതുകൊണ്ട് കുറെ കൂടെ നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. എങ്കിലും ഇവരെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എഴുത്തിനകത്തുണ്ടോ? പല ദേശത്തിലും ചിതറിപ്പോയ ആളുകളല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ആ പദങ്ങളൊക്കെ ഉപയോഗിക്കാൻ കാരണം ഒക്കെ നമ്മൾ അറിയണം. മനസ്സിലാവുന്നല്ലോ? ഒറ്റ കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒന്ന് ഓങ്ങി വെച്ചതേ ഉള്ളൂ. ഈ തിരുവെഴുത്ത് വ്യാഖ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ തിരുവെഴുത്ത് വ്യാഖ്യാനിക്കുന്ന റബിമാർ അവരുടെ യോഗ്യത കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ജനിച്ച നാൾ മുതൽ മാതാപിതാക്കൾ ട്രെയിൻ ചെയ്യുന്നു. അതിൽ 6 വയസ്സാകുമ്പോഴേക്കും ലേവ്യപുസ്തകം മുഴുവൻ കാണാതെ പഠിക്കുന്നു. മറക്കരുത്, 6 വയസ്സുള്ള കുഞ്ഞ് ലേവ്യപുസ്തകം മുഴുവനും കാണാതെ പഠിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ 6 വയസ്സുള്ളപ്പോൾ അക്ഷരം പോലും ചൊവ്വേ നേരെ പഠിക്കുന്നില്ല. മനസ്സിലായോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 6ാമത്തെ വയസ്സിൽ അക്ഷരം നല്ല തിട്ടമായിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ സമയത്ത് 6 വയസ്സിൽ ലേവ്യപുസ്തകം മുഴുവൻ കാണാതെ പഠിക്കുന്നത് ഒരു കുഞ്ഞ്. അതിന്റെ കാരണം
അപ്പന് 5 പുസ്തകവും കാണാതെ അറിയാം. അതാ കാരണം. ആദ്യത്തെ 5 പുസ്തകവും അപ്പന് കാണാതെ അറിയാം. അതുകൊണ്ടാണ് ലേവ്യ പുസ്തകം കൊച്ചിനെ പഠിപ്പിക്കുന്നത്. പഠിപ്പിച്ചേ ഒക്കൂ, കുഞ്ഞു പഠിച്ചിരിക്കും. അത്യന്താപേക്ഷിതമാണ്. അവിടെ കൊണ്ട് പഠനം തീരുകയല്ല, കണ്ടിന്യൂസ് ആയി 30 വർഷമാണ് പഠനം. ക്ലിയർ ആകുന്നോ? നമുക്ക് 3 വർഷത്തെ BTH ഉണ്ടെങ്കിൽ ഓക്കെ. ഈ 30ന്റെ ദശാംശം കൊണ്ടാണ് നമ്മൾ ഈ ചാടുന്നത്. എന്നുവെച്ച് പിന്നെ സംഗതി ഒന്നും കയ്യില്ലാതെ വരുമ്പോൾ, ഞാൻ ഇന്നലെ രാത്രി പ്രാർത്ഥിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പഠനമുറിയിൽ ദൈവം ചില ചിന്തകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. അതാണ് നമ്മുടെ പരിപാടി. പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പൊ ഏതാണ്ടെല്ലാം മനസ്സിൽ തോന്നുക, ദൈവം തന്നെ വെളിപ്പാടാന്ന് എഴുന്നേറ്റ് പറയുക. സ്തോത്രം. കാരണം 3 വർഷത്തെ BTH നമ്മുടെ കയ്യിലുണ്ടല്ലോ, അതാ അതിന്റെ കാരണം. പോട്ടെ, വഴക്കൊന്നും ഉണ്ടാക്കില്ലേ. സങ്കടം കൊണ്ട് പറഞ്ഞല്ല, അത് വൈരാഗ്യം കൊണ്ടല്ല. സ്തോത്രം. ഈ 30 വർഷം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചാൽ അവിടം കൊണ്ട് തീരുന്നില്ല, റബായി മാറി. എന്നാൽ ഈ റാബായിമാരിൽ തന്നെ അതിലും സുപ്രീം ആളുകളുണ്ട്. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. ഞാൻ വേഗം അവസാനിപ്പിക്കാം. അത് സാധാരണ റാബായിമാരല്ല. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിലെ നിയമങ്ങളിൽ കൂട്ടുചേർക്കാനോ തിരുത്താനോ റൈറ്റുള്ള റാബായിമാർ. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടാകുമായിരിക്കും. അങ്ങനെ തിരുത്താൻ പറ്റുമെന്ന് ഞാൻ പിന്നെ പറയാം. അത് ഇളവ് വരുത്തുകയല്ല, ഒന്നുകൂടെ ടൈറ്റ് ചെയ്യുക അവര്. അതിന് റൈറ്റുള്ള റാബായിമാരെ വിളിക്കുന്നത് റാബായി വിത്ത് സ്മിഖ എന്ന് പറയും. സ്മിഖ എന്ന് പറഞ്ഞാൽ അധികാരമുള്ള, ബാക്കിയുള്ളവരൊക്കെ പഠിച്ചതേ ഉള്ളൂ. 30 വർഷം പഠിച്ച റാബായിമാര്, അധികാരമുള്ള റാബായിമാർ, അവരാണ് സ്മിഖ ഉള്ള റാബായി എന്ന് പറയുക. അവരെന്ത് ചെയ്യും? ഒരു നിയമത്തിനകത്ത് എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ വരുത്തണമെങ്കിലോ അഡീഷണൽ ആഡ് ചെയ്യണമെങ്കിലോ അവർക്ക് മാത്രമേ റൈറ്റ് ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവൻ നമ്മൾ പറയും പോലെയല്ല, അധികാരമുള്ളവനായിട്ട് അത്രയെ സംസാരിക്കുന്നത്. കണ്ടോ 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 കണ്ടോ? ബിക്കോസ് ഹി വാസ് ദ റാബായി വിത്ത് സ്മിഖ. സ്മിഖ ഉള്ള റാബായി ആയിട്ടാണ് ഇവൻ സംസാരിക്കുന്നത്. ആ റാബായി അവിടെ ഉണ്ടെങ്കിൽ ആ സൊസൈറ്റിയിൽ എന്ത് കാര്യം നടന്നാലും അതിന്റെ ഫൈനൽ ജഡ്ജ്മെന്റ് പറയേണ്ടത് ഈ സ്മിഖ ഉള്ള റാബായിയാണ്. അതുകൊണ്ടാണ് വ്യഭിചാര കുറ്റത്തിൽ പിടിച്ച ഒരു സഹോദരിയെ കർത്താവിന്റെ അടുക്കൽ എന്തിനു കൊണ്ടുവന്ന? കല്ലെറിഞ്ഞു കൊല്ലണം, അതല്ലേ മോശനായ പ്രമാണം. അവളെ തൊണ്ടി സഹിതം പോക്കി. അടുത്ത പരിപാടി കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളതല്ലേ ഉള്ളൂ. ചെയ്യാനൊക്കല. എന്താ? സ്മിഖ ഉള്ള റാബായി ആയിട്ട് നസറായൻ അവിടെ ഉണ്ട്. കണ്ടോ? അതാണ് കൊണ്ടുവന്നേ. അല്ല, ഇപ്പൊ ഇവിടെ പിടിച്ചതിന്റെ പേർക്ക് ഇപ്പൊ കർത്താവിന്റെ ഒരിക്കൽ കൊണ്ട് കർത്താവ് ഓർഡർ ഇട്ടാണ്, ഇവിടെ ദേശത്ത് ആരെങ്കിലും പിടിക്കുകയാണെങ്കിൽ എന്റെ ഒരിക്കൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ബാക്കി കാര്യം ചെയ്യാവൂ? ഇല്ല. റൈറ്റുള്ള, അധികാരമുള്ള, സ്മിഖായുള്ള റാബായി ആയിട്ട് ആരവിടെ ഉണ്ട്? കർത്താവ് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യാൻ ഇപ്പൊ ചോദിക്കാതെ ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് കൊണ്ടുവന്നു. അങ്ങനെ ആരെങ്കിലും ആ ചുറ്റുപാട് ഉണ്ടെന്ന് അറിയാമെങ്കിൽ അദ്ദേഹത്തോട് അഡ്വൈസ് ചോദിച്ചതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് കൊണ്ടുവന്നത്. കർത്താവ് പറഞ്ഞാൽ ഇങ്ങനാണോ? ഓക്കെ, ആയിക്കോട്ടെ. ഇപ്പൊ ഒരു കാര്യം ചെയ്യും, പാപം ചെയ്യാത്തൊരു ആദ്യം അങ്ങ് എറിഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ, അത്രേ പറഞ്ഞുള്ളൂ. ഈ കർത്താവ് പറഞ്ഞൊക്കെ വെറും സിമ്പിൾ ആയിട്ടാ. നമ്മൾ ഈ പറഞ്ഞ അലറി കൂയൊന്നുമല്ല. നമ്മൾ അലറി കൂയി ബഹളം വെച്ച് തൊണ്ടയും കളഞ്ഞെങ്കിൽ നമുക്ക് അധികാരം വിളിച്ചാണ്. കർത്താവ് വെറും സിമ്പിൾ ആയിട്ട് പറഞ്ഞു, നിയമം അങ്ങനെ തന്നെ നടപ്പാകട്ടെ. നിങ്ങൾ ഈ പാപം ചെയ്യാത്തൊരു ആദ്യം അങ്ങ് എറിഞ്ഞോളാൻ പറഞ്ഞു. അവിടെ ഇരിക്കാൻ നേരത്തെ പോയിട്ടില്ലാത്തതുകൊണ്ട് എറിഞ്ഞോളാൻ ഞാൻ പറഞ്ഞു. എല്ലാവരും കല്ല് വിട്ടേച്ചു പോയി. കർത്താവ് ചോദിച്ചു, ആരും നിന്നെ ശിക്ഷ വിധിച്ചില്ലേ? ഇല്ല. ഞാൻ നിന്നെ ശിക്ഷിക്കുന്നില്ല, ഇനി പാപം ചെയ്യരുത്, പൊക്കോളാൻ പറഞ്ഞു. കണ്ടോ? നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ വായിച്ചു നോക്കണേ.
അപ്പൊ അവിടെ എല്ലാം കാണുന്ന ഒരു കാര്യമുണ്ട്. ഞാനോ നിങ്ങളോട് പറയുന്നു. ഇപ്പൊ കുല ചെയ്യരുതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഉണ്ട്. ഞാനോ നിങ്ങളോട് കണ്ടോ, ആഡ് ചെയ്യുക, കൂട്ടിച്ചേർക്കുക. ആര്? സ്മീഖ ഉള്ള റാബായി. വ്യഭിചാരം ചെയ്യരുതെന്ന് നിങ്ങളുടെ മോശ ന്യായപ്രമാണത്തിൽ വായിക്കുന്നില്ലേ? വായിക്കുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നു, കന്യകയെ നോക്കുന്നവനെല്ലാം അവളുടെ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു. ആണ്ട കുഴഞ്ഞ്. കണ്ടോ? ഞാനോ നിങ്ങളോട് പറയുന്നു. ഞാനോ നിങ്ങളോട് പറഞ്ഞു. ഞാൻ എന്ന് പറഞ്ഞ ഈ റൂൾ ഇതാണ്. ഞാൻ കുറച്ചുകൂടെ ആഡ് ചെയ്യുക, കൂട്ടിച്ചേർക്കുക. കണ്ടോ? കണ്ടോ? അത് സ്മീഖ ഉള്ള റാബായ്ക്ക് മാത്രമേ റൈറ്റ് ഉള്ളൂ. സ്തോത്രം. സമയം കഴിഞ്ഞ വാക്കുകൾ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഈ ചിന്തകളൊക്കെ അനുഗ്രഹമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കർത്താവ് ആഡ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ ദൈവം നമുക്ക് അടുത്ത ക്ലാസ്സിൽ റെഫറൻസ് സഹിതം ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ പഠനത്തെ എളുപ്പമാകും എന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ മറക്കരുത്, 4 ഗ്രൂപ്പ് യഹൂദന്മാർ. ഏതൊക്കെ? ട്രാൻസ് യൂഫ്രട്ടീസ്, ഹീബ്രു ഓഫ് ഹീബ്രൂസ്, ഡയസ്പൊര ജ്യൂസ്, ഹെലനിക് ജ്യൂസ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അധികാരമുള്ള റാബായിയാണ്. നിയമത്തെ അതിന്റെ കുറയ്ക്കുന്നതിനും കഠിനമാക്കുന്നതിനും അഡീഷണൽ ആഡ് ചെയ്യുന്നതിനും ഒക്കെ റൈറ്റുള്ള ഏക സ്മീഖ ഉള്ള റാബായിയായി ഇന്നും കർത്താവ് നിൽക്കുന്നു. നമുക്ക് വേണ്ടി ഏത് നിയമത്തെ അതിന്റെ വീര്യം കുറയ്ക്കാനും കൂട്ടാനും കഴിയുന്നവനാണ് നമ്മുടെ റാബായി. അത് മറക്കരുത്. അവനാണ് അധികാരമുള്ളവൻ. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ പൊയ്ക്കോ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് കർത്താവ് പറഞ്ഞു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവവചന പഠനം എല്ലാം അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ച് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു.